രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റവും ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. പ്രേക്ഷകർ ക്ഷമിക്കുക, ഞാൻ പാടിയത് പറഞ്ഞതുപോലെ ആവും, എനിക്കത് അറിയാം. പക്ഷെ ഈ പാട്ട് എപ്പോഴും ഇങ്ങനെ നാവില് വരും. ഈ നന്ദഗോവിന്ദൻ ഭജൻസ് RSSന്റെ RSS ഇങ്ങനെ വളർത്തിവിട്ട ഒരു ഗ്രൂപ്പ് ഭജൻസ് ആണ് നന്ദഗോവിന്ദൻ ഭജൻസ്. ഇനി മോദിയാണ് അത് കൊണ്ടുവന്നതെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നന്ദഗോവിന്ദൻ ഭജൻസ് വേടനെ തകർക്കാനായി RSS ഇറക്കിയ മറ്റൊരു പരിപാടിയാണ് നന്ദഗോവിന്ദം ഭജൻസ്. അതിലെ ആളുകളൊക്കെ RSSകാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ നന്ദഗോവിന്ദം ഭജൻസിനെയൊക്കെ കുറിച്ച് ഇതിനു മുൻപ് പല ദുരുദ്ദേശത്തോടെയും പലരും വാർത്തകൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നന്ദഗോവിന്ദൻ ഭജൻസിനെ തകർക്കാനുള്ള ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. അത് ഈ RSSന്റെ പേര് പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ നന്ദഗോവിന്ദൻ ഭജൻസിന് ഇറക്കിയത് RSS ആണോ? RSSുമായി എന്തെങ്കിലും ബന്ധം? ഒരു ബന്ധവുമില്ല. നന്ദഗോവിന്ദൻ അവരുടെ ഗണഗീതങ്ങളൊക്കെ പാടും, അത് മാത്രമാണ് അവരുടെ പാട്ടെന്ന് പറയുന്നത്. പക്ഷേ ഈ ഭജൻസിന് ഇപ്പൊ വലിയൊരു അക്സെപ്റ്റബിലിറ്റി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഭജൻസിനെ ഇന്ന് ഇംപ്രവൈസ് ചെയ്തിട്ട് പുതിയ സംഗീത ഉപകരണങ്ങളൊക്കെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ഖണ്ഡങ്ങളിൽ നിന്നും ഒരേ സമയം ഉയരുന്ന ഒരു സംഗീതമായതുകൊണ്ട് ധന്യ ഈ പാടിയ പാട്ട് യേശുദാസ് പാടും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ വളരെ 10 മടങ്ങ് അതിന് ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടിയത് അത് നന്ദഗോവിന്ദൻ ടീമിന്റെ ഖണ്ഡങ്ങളിൽ നിന്ന് ഉയർന്ന് വന്നപ്പോഴാണ്. അതിന് അനർവചനീയമായിട്ടൊരു അനുഭൂതി, കേട്ടാലും മതിയാവാത്ത, പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ എന്നാൽ നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭൂതി അത് നൽകി. എനിക്കങ്ങ് ആവേശഭരിതനായി മനസ്സിലായി. ക്ഷമിക്കണം, അപ്പം ഇടവേള വന്നതിന്. അപ്പൊ ആ തരത്തിൽ ഇതിനെ ഒരു സംഗീതം എന്ന് പറയുന്നത്, സംഗീതം ഞാൻ പറയുന്നതാണെന്ന് തോന്നും ജനങ്ങൾ. അതുപോലെ സംഗീതത്തിൽ മോശമായിട്ടുള്ള ഞാൻ പോലും എന്നെ പോലും ആകർഷിക്കുന്ന തരത്തിൽ വലിയൊരു പല കണ്ഠനാളങ്ങളിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന ആ സംഗീതത്തിൻ്റെ ഒരു ശില്പമുണ്ടല്ലോ, അവരുയർത്തുന്ന ഒരു സംഗീതത്തിൻ്റെ ഒരു ശബ്ദ ഗോപുരം, അത് നമ്മളെ വളരെ വല്ലാതെ ഏത് ED അമീനെ പോലും ആകർഷിക്കുന്ന തരത്തിൽ ആയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവർ ഉഗാണ്ടയിൽ പോയിട്ടുണ്ട്. ഉഗാണ്ടയിൽ പോയി സംഗീതം അവതരിപ്പിച്ചു. ആരും തല്ലിയില്ല, അവര് തല്ലി ഓടിച്ചില്ല, തല്ലി കൊന്നതുമില്ല. അവരവിടെ പാടിയപ്പോൾ കയ്യടികളാണ് മുഴങ്ങിയത്. ആരെ സദസ്സിലുണ്ടായിരുന്നത്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അവസാനം ഞങ്ങളുടെ യഹൂദിയ പാട്ടും കൂടെ നിങ്ങളൊന്ന് പാടുമോ എന്ന് ചോദിച്ചു. ആ യഹൂദിയ പാട്ടും പാടി ഇനി പോന്നു. വാലിയാഭിന്നതാണ് ഈ വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞ് കെനിയയിൽ പോയി. എന്തൊരു സ്നേഹമായിരുന്നു. നമ്മളെല്ലാം വിചാരിക്കും മനുഷ്യനെ വെട്ടി നുറുക്കി അവൻ്റെ ഹൃദയം പറിച്ചെടുത്ത് നിന്ന ഈദി അമീൻ്റെ നാട്ടിൽ ക്രൂരന്മാരായ ആൾക്കാരാണെന്ന്. അങ്ങനെയല്ല, വളരെ സ്നേഹത്തോടു കൂടി ധാരാളം മലയാളികളുണ്ടായിരുന്നു. അവരെല്ലാം വീണ്ടും മരണമെന്ന് പറഞ്ഞിട്ട് ഈ 2026 ഡിസംബർ വരെയുള്ള ബുക്കിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അഭിമാനപൂർവ്വം പറയട്ടെ, ഞങ്ങളുടെ കോട്ടയത്തുള്ളവരാണ്. ഇതിൻ്റെ ലീഡറായിട്ടുള്ള നവീൻ എന്ന് പറയുന്നത് കോട്ടയത്ത് അവിടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ആള് മൂന്നാറാണ്. 2 ഹരികൃഷ്ണന്മാരുണ്ട്. മറ്റൊരാള് മാന്നാറുള്ള ആളാണ്. ആവേശം കൂടി മൂന്നാറായി പോയതാണ്. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന വേറൊരാളും കൂടിയുണ്ട്. രണ്ടാമത്തെ ഹരികൃഷ്ണൻ തിരുവഞ്ചൂർ, കോട്ടയം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്. അതുപോലെ തന്നെ അഖിൽ എന്ന് പറയുന്ന ആള് ഇപ്പം അങ്ങോട്ട് ഇൻഡക്ട് ചെയ്തേയുള്ളൂ. പുള്ളി കുമാരനെല്ലൂർക്കാരനാണ്. സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആളും തിരുവഞ്ചൂർ. അങ്ങനെ തിരുവഞ്ചൂർ 2, അതുപോലെ തന്നെ പിന്നെ ഹരികൃഷ്ണന്മാർ 2. ഇവരെല്ലാം കൂടെ ചേരുന്ന ഒരു സംഘമാണ് ലോകം മുഴുവൻ സംഗീതത്തിൻ്റെ ഒരു വസന്ത വിപ്ലവം തന്നെ അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള ഒരു വിപ്ലവം തന്നെയാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഗീത വിപ്ലവം തന്നെ ലോകമെമ്പാടും ധൈര്യമായിട്ട് പറയാം. ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും അനർഘമായ നിമിഷമെന്ന് അവർ കണക്കാക്കുന്നത് മമ്മൂട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ദുബായിൽ വെച്ചൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയതാണ്. അതിനു മുമ്പ് തന്നെ മമ്മൂട്ടി നിങ്ങളുടെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ, നല്ലതാണ്, കീപ് ഇറ്റ് അപ്പ് എന്ന് മമ്മൂട്ടി അവരെ പ്രോത്സാഹിപ്പിച്ചു. ഇവർ പാടുന്നതെല്ലാം ഹിന്ദു ഭജൻസ് ആയിരുന്നു. എന്നിട്ട് മമ്മൂട്ടി അത് പ്രോത്സാഹിപ്പിച്ചു. അപ്പം മതനിരപേക്ഷതയുടെ മഹനീയമായിട്ടൊരു ശില്പഗോപുരമായിട്ട് അത് നമ്മുടെ അഭിമാനമായിട്ട്
പ്രശോഭിക്കുകയാണ്. അതുപോലെ വേടനെ പോലുള്ള പീഡന കേസുകളിലൊന്നും ഇന്നുവരെ ഒരാളും പെട്ടിട്ടില്ല. അങ്ങനെയുള്ളവരെ ആ ഗ്രൂപ്പിലേക്ക് അടുപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് ഇതിന് ഇത്രയധികം ആകർഷണം കിട്ടുന്ന. കുടുംബസമേതം ഈ സദസ്സുകളിൽ ആൾക്കാർ വന്നിരുന്ന് ഇവരോടൊപ്പം പാടുക മാത്രമല്ല ആടുകയും ചെയ്യുന്നത്. അങ്ങനെ അവർ തമ്മിൽ ചേരുന്ന സാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള ഒരു സംഗീതത്തിൻ്റെ ഒരു ആത്മീയ തലമാണ് നമ്മൾക്ക് മുമ്പിൽ ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉത്സവങ്ങളെ, ഉത്സവപ്പറമ്പുകളെ, മറ്റ് നമ്മുടെ പൊതുചടങ്ങുകളെ എല്ലാം ആവേശത്തിൽ മാത്രമല്ല കൂടുതൽ സാർത്ഥകമാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് വഴിപിഴയ്ക്കാതെ കുട്ടികളെ നോക്കുന്ന ഒരു തെറിവാക്ക് പോലും ഇവർ പറയാറില്ല. രാമനെ എനിക്കറിയില്ല, രാവണനെ അറിയൂ എന്ന് പറയുന്ന രാവണനെ അറിയാമല്ലോ, അത് തന്നെ വലിയ കാര്യം. അതെ, വില്ലന്മാരെ മാത്രമേ എനിക്ക് അറിയാവൂ എന്ന് പറഞ്ഞ് അവസാനം വില്ലനായിട്ട് തീർന്നു, കേസിലും പെട്ടു. ഇപ്പൊ ഒളിച്ചു നടക്കുകയോ ഇപ്പൊ കാണാനില്ല, ആളിനെ കാണാനില്ല. അത്രയേ ഉള്ളൂ. ഈ ദുഷ്ടതകളുടെ ഒക്കെ പന പോലെ തഴച്ചു വളരും. ഒരു ഇടി വെട്ടുമ്പോ അത് എന്റെ മണ്ട കരിഞ്ഞു പോകും. അതുപോലെ സംഭവിക്കും. ഇങ്ങനെ മാന്യമായി ശ്രമിക്കുന്നതാ. അതെ, അല്ല കേട്ടിട്ട് നാടൻ ചൊല്ലുകൾ, നാടനാണല്ലോ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ റാപ്പിന്റെ ഈ ശരീര ചലനങ്ങൾ കൊണ്ടിട്ട് ഈ മയക്കുമരുന്നിന്റെ ഒരു ലഹരിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ, ഒരു പക്ഷെ മയക്കുമരുന്ന് കഴിച്ചവർക്ക് ഇതൊരു ലഹരിയായിട്ട് തോന്നാനിവിടെയാവും. പക്ഷെ ശുദ്ധ സംഗീതത്തിന്റെ ഒരു ശുദ്ധമായ പാഠമാണ് വാസ്തവത്തിൽ ഈ ഭജനകൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിന് ഒരു വളർച്ചയാണ് കൈവരിക്കുന്നത്, മുന്നോട്ടുള്ള ഒരു പോക്ക്, അതായത് പുരോഗമനമാണ് ഉണ്ടാക്കുന്നത്. അതേസമയം നമ്മൾ കേട്ട മറ്റേ പാട്ട്, റാപ്പ് സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടിയ ഈ തെറിപ്പാട്ടുകൾ നമ്മളെ പശ്ചാത്ഗമനത്തിലേക്ക്, അതായത് പിന്നോട്ടുള്ള നടക്കലിലേക്കാണ് തീർച്ചയായിട്ടും കൊണ്ടുപോകുക. എന്നിട്ടും പലരും ഇതിനെ കൈയടിക്കുകയും വേടന്റെ പാട്ടിനെ അഭിനന്ദിക്കുകയും ചെയ്തതിന്റെ കാര്യം അത് ഹിന്ദു സമൂഹത്തെ വിഭജിക്കും, അതുവഴി ഇന്ത്യയെ വിഭജിക്കും എന്നുള്ള സന്തോഷം. ഒരു പാത എന്ന് പറയുന്നത് പാട്ടിലും രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. എന്താണ് രാഷ്ട്രീയത്തെ പാട്ടാക്കി മാറ്റി പാട്ടിലും രാഷ്ട്രീയമുണ്ട്. എന്റെ പാട്ടിൽ രാഷ്ട്രീയമുണ്ട്, ഞാൻ പിന്തുടരുന്ന രാഷ്ട്രീയം ഇതാണ്, ഞാൻ കളയുന്ന രാഷ്ട്രീയം ഇതാണ്, എന്റെ പാട്ട് എന്റെ രാഷ്ട്രീയമാണെന്ന് പറയുന്നു. പാട്ടിൽ ഇന്നുവരെ ആരും രാഷ്ട്രീയം കൊണ്ടുവന്നതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇവരെ പോലുള്ളവർ പാട്ടിൽ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടില്ല. ഇവരിപ്പോ ഉഗാണ്ടയിൽ പോയാൽ ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറഞ്ഞാൽ അവരെ പാട്ടുകൾ പാടും. ഈ വേടനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പാട്ടിൽ രാഷ്ട്രീയം കൊണ്ടുവരട്ടെ, പാട്ടിൽ വർഗീയതയും കൊണ്ടുവന്നു. അതാണ് സഹിക്കാൻ വയ്യാത്തത്. ആ വൃത്തികെട്ട പാട്ടുകൾ കൊണ്ട് റാപ്പ് നടത്തി വർഗീയത കൊണ്ടുവന്ന് രാഷ്ട്രത്തെ വിഭജിക്കാനുള്ള ഒരു ശ്രമമായിട്ട് മാറ്റിയതിനെതിരെ ഈ ഭജനം വന്ന് വിഭജനത്തെ തടഞ്ഞവിടെ നിർത്തി, മല പോലെ തടഞ്ഞവിടെ നിർത്തി. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഇതിനകത്ത് ഒരു RSSന്റെയും പങ്കില്ല, ഒരു മതത്തിന്റെയും പങ്കില്ല, ശുദ്ധമായ സംഗീതത്തിന്റെ. അല്ല, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ RSSന്റെ നെഞ്ചത്തോണ്ടിടും. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഉടനെ RSS, അല്ലെങ്കിൽ സംഗീ, അല്ലെങ്കിൽ RSS. ഇതാ ഹിന്ദു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മാമാങ്കം അവിടെ നടന്ന തിരുനാവായ മണപ്പുറത്ത് നടക്കുന്ന മഹാമാകം പോലും അതുപോലെ പോയവരെല്ലാം സംഖ്യകളെന്നാ പറയുന്നത്. അതെ, സംഖ്യകളാ എന്ന് മാത്രമല്ല അവിടെ അത് നമ്മൾ ആ വാർത്തയൊന്നും കൊടുക്കണ്ട. അതേസമയം അവിടെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്നതാണ്. ആ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്നിടത്ത് ആർക്കെങ്കിലും ഒരു പരിക്ക് പറ്റിയ ഈ അങ്ങോട്ട് പോകാത്ത, അതിനെ തമസ്കരിക്കുന്ന ചാനലുകളെല്ലാം കൂടി ഓടിച്ചാടി അവിടെ ചെന്ന് കണ്ടോ മഹാമാമാങ്കം നടത്തി, ഇയാൾക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് ക്ലോസപ്പ് ഷോട്ട് എടുത്ത് കാണിച്ച് അതിനെ വലിയ ഭൂതക്കണ്ണാടിയിലൂടെ അതിൻ്റെ RSSന്റെ കുഴപ്പമായിട്ടും സംഘപരിവാറിൻ്റെ കുഴപ്പമായിട്ടും നരേന്ദ്രമോദിയുടെ കുഴപ്പമായിട്ടും ഒക്കെ അതിനെ വിശേഷിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു പരിക്ക്, ഒരു പോറൽ പോലും ആർക്കും ഏൽക്കാതാണ് അവിടെ പരിപാലിച്ച് പോരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭജനം എന്ന് പറയുന്നത് നമുക്ക് ഊഷ്മളമായിട്ടുള്ള ഒരു പ്രചോദനം തന്നെയാണ്, നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്ന ഒന്ന് തന്നെ. ഈ സത്യാനന്തര കാലത്ത് നമുക്കൊരു ആശ്വാസം തന്നെ.